Hi, welcome back. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്പൈഡർ പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ക്ലോഡോഫൈറ്റം കുമോസും അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ട് പറയുന്ന നമ്മുടെ സ്പൈഡർ പ്ലാന്റ് അല്ലെങ്കിൽ എയർപ്ലെയിൻ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഹൗസ് പ്ലാന്റ് ആണ് ഈ ഒരു ചെടി. അപ്പം ഞാനിത് വെച്ചിട്ടുള്ളത് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിൽ വെർട്ടിക്കൽ കപ്സിലായിട്ടായിരുന്നു ആദ്യം ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ എല്ലാത്തിനും ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. പക്ഷേ വെർട്ടിക്കൽ കപ്പിൽ വെക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് ഒരുപാട് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാകും. പക്ഷെ നമ്മളൊരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് റീപോർട്ട് ചെയ്യണമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മാറ്റിയ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് ഇത്. അപ്പോൾ ഇതൊരു വലിയൊരു പോട്ടിലേക്ക് മാറ്റിയപ്പം അത്യാവശ്യം നന്നായിട്ട് ഗ്രോത്തും വന്നു. അതിൻ്റെ ഇലകൾക്കൊക്കെ ഈ ഒരു ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ഈ കുഞ്ഞീത് പോട്ടിൽ വയ്ക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടിയും വലിയ ലീവ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെയധികം ബ്രൈറ്റ് ലൈറ്റ് ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ്. അത് വിചാരിച്ച് നല്ല ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൽ കൊണ്ട് വെക്കാനും പാടില്ല. പിന്നെ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുമ്പം ഇരുട്ടുള്ള മുറിയിലൊന്നും വെക്കരുത്. അത്യാവശ്യം ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലായിട്ട് വെക്കുക. ബിഗിനേഴ്സിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ്. എങ്ങനെ വെച്ചാലും ഇത് ഉണ്ടാകും കേട്ടോ. അടുത്ത ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം, ഈ ഒരു ഇലച്ചെടീൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു വെള്ളപ്പൂക്കളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സംഗതി സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചെടി അത്യാവശ്യം മെച്യൂറായി എന്നുള്ളതിനൊരു സൂചനയാണ്. അടുത്തത് ഇതിൻ്റെ ഒരു സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുനിന്ന് കുഞ്ഞു കുഞ്ഞു പപ്സ് അല്ലെങ്കിൽ ബേബീസിന് അല്ലെങ്കിൽ സ്പൈഡർ റെറ്റ്സിനെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി ഞാനൊരു ഹാങ്ങിങ് പോട്ടിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയൻ്റെ അകത്ത് കുറച്ച് വെയിൽ, ഉച്ചക്കത്തെ വെയിൽ അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കാരണം അതിൻ്റെ ടിപ്പിലൊക്കെ കുറച്ച് ബ്രൗണിങ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കാണുകയാണെന്ന് വെച്ചാൽ എന്തായാലും അവിടുന്ന് അതിനെ റീപ്ലേസ് ചെയ്ത് വേറെ ഒരു കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് മാറ്റി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. മറ്റുള്ള വെരിഗേറ്റഡ് വെറൈറ്റീസിനെ കമ്പയർ ചെയ്യുമ്പം ഈ ഒരു വെറൈറ്റി, ദാറ്റ് ഈസ് ഗ്രീൻ വെറൈറ്റിക്ക് കുറച്ചും കൂടിയും ക്ലോറോഫിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് കാരണം അത് കുറച്ചുകൂടി ഹെൽത്തിയർ ആണ് മറ്റതിനെ കമ്പയർ ചെയ്യും. ഇതിൻ്റെ ഒരു മണ്ണ് വളരെ കുറച്ച് മണ്ണേ ഉള്ളൂ. അപ്പോൾ വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കുന്ന എല്ലാ പ്ലാന്റ്സിനും അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി നന്നായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ റൂട്ട് ബൗണ്ട് പോലെ വന്ന് നമ്മളതിനെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചെടി പെട്ടെന്ന് കേടായി പോകും. അതുപോലെ തന്നെയായിരുന്നു എനിക്ക് ഈ ഒരു സ്പൈഡർ പ്ലാന്റിനും പറ്റിയത്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മണ്ണിൻ്റെ മിക്സ്ചർ എന്ന് പറയുകയാണെങ്കിൽ ചാണകവും ചകിരിച്ചോറും കുറച്ച് മണ്ണും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അത് കുറേ കഴിയുമ്പം കുറച്ച് കാലക്രമേണ അത് കൂടുതൽ ഇങ്ങനെ സോഗി ആയിട്ട് സ്റ്റിക്കി ആയിട്ട് പോകും അതിൻ്റെ മണ്ണ്. അപ്പം ഇപ്പം ഞാൻ നിങ്ങൾക്ക് റീപോർട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം റീപോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതിലിപ്പം നല്ല റൂട്ട്സ് ഒക്കെ ഇങ്ങനെ നന്നായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരുപാട് റൂട്ട്സ് എങ്ങനെയാണോ നമ്മുടെ പോട്ടിരിക്കുന്നത് അതിനനുസരിച്ച് റൂട്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഫോം ചെയ്ത് വരിക ചെയ്യാം. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വെള്ളം കൂടുതലും ഒക്കെ പ്രശ്നമാകും. വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടന്റ് ഒക്കെ അതിന് കൂടി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടിപ്സിലൊക്കെ ബ്രൗണിങ് പോലെ സംഭവിക്കും. ഇതിന് വലിയ കുഴപ്പമില്ല, പക്ഷേ ഇത് നമ്മൾ മാറ്റേണ്ട ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒച്ചിനെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം നമ്മളിതൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒച്ചാണ് പിന്നെ അത് കേടാക്കുക. അതിപ്പോൾ ലൈവായിട്ട് ഇപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പം ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ്. ഇതിപ്പോൾ ഞാനിതിപ്പോൾ തുറന്നതിനെ കൊണ്ടാണ് ഇപ്പോൾ ഇത് കണ്ടത്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ ചെടികളെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പം അതും വളരെ കെയർഫുൾ ആയിരിക്കണം. 3 വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളത്, ഇതിൽ വലിയ വെരിഗേഷൻസും കാര്യങ്ങളും ഒന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. ജസ്റ്റ് പ്ലെയിൻ ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു കളേഴ്സും ഒരു വൈറ്റ് കളറും ഒന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. വെരിഗേഷൻസ് വരുന്ന വേറൊരു ടൈപ്പ് ഉണ്ട്. ഇങ്ങനെ നടുക്ക് മിഡിലായിട്ട് ഗ്രീൻ ആയിട്ടും ഇതിൻ്റെ തറ്റത്ത് അതിൻ്റെ എഡ്ജിലായിട്ട് വൈറ്റ് ലൈൻസ് ഇത് കൂടെ പോകുന്നുണ്ട്. ഇതൊരു ടൈപ്പാണ്. ഇതിൻ്റെ തന്നെയാണ് വലുത്. ഇപ്പം ഞാൻ നേരത്തെ നിങ്ങൾക്ക് ചട്ടിയിൽ കാണിച്ചു തന്നില്ലേ, സെയിം ആണിത്. സൈഡിലെ ലൈൻസ് കണ്ടില്ലേ? ലൈൻസ് ഇങ്ങനെ എഡ്ജ് കൂടിയാണ് വൈറ്റ് ലൈൻസ് പോയിരിക്കുന്നത്. പിന്നെ വേറൊരു ടൈപ്പ് കാണിച്ചു തരാം. ഇത് വേറൊരു ടൈപ്പാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നടുക്ക് കൂടെ വൈറ്റ് ലൈൻസും സൈഡിൽ കൂടെ എഡ്ജ് കൂടെ ഗ്രീനും ആയിട്ടാണ്. അപ്പോൾ ഇത് 3ാമത്തെ വെറൈറ്റി. പിന്നെ പലപ്പോഴും പലവർക്കും തെറ്റിദ്ധരിക്കുന്നൊരു ചെടിയാണ് നമ്മുടെ പെൻഡാനസ് ചെടി. അതാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് പലവരും സ്പൈഡർ പ്ലാന്റ് ആണെന്നൊക്കെ പറഞ്ഞ് നഴ്സറിയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇത് ഒരു ഡിഫറെൻറ്റ് ചെടിയാണ്. ഇതിനെ പറ്റിയിട്ട് വേറൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. അതിൻ്റെ വലിയതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറെ ചെയ്യാം. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പോട്ടിംഗ് മിക്സ്ചർ, അതുപോലെ തന്നെ ഇതിനെ എങ്ങനെ റീപോർട്ട് ചെയ്യുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇതിൽ ബേബീസ് പപ്സ് വരും കണ്ടോ, ഇങ്ങനെ വരും. നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. ഈ റൂട്ടിൻ്റെ അകത്ത് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു റൂട്ട്
ഈ റൂട്ടിൻ്റെ അകത്ത് അവർക്ക് വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ അതിൽ നിന്ന് തന്നെ അത് എബ്സോർബ് ചെയ്തോളും. ഡെയിലി നമ്മൾ വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല. ഡെയിലി വെള്ളം കൊടുത്തു കഴിഞ്ഞാലാണ് ബ്ലാക്ക് സ്പോട്ട്സും ബ്രൗണിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരിക. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഈ ഒരു പപ്സിനെ നമുക്ക് അത്യാവശ്യം ഒന്ന് വലുതായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിവൈഡ് ചെയ്യാം, പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് പുതിയ പുതിയ ചെടികളായിട്ട് മാറ്റാൻ പറ്റും. പോട്ടിംഗ് മിക്സ്ചറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സാധാരണ ഗാർഡൻ സോയിൽ, കുറച്ച് ചകിരിച്ചോറ്, കുറച്ച് ചാണകം, പിന്നെ ആ വൈറ്റ് കളർ കാണുന്നത് നമ്മളെ പെർലൈറ്റാണ്. 4 കൂടി മിക്സ് ചെയ്യുക. ഞാൻ ഇൻഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ ഒരു സെൽഫ് വാട്ടറിങ് പോട്ട് എടുത്തിട്ടുണ്ട്. ബേസിൽ കുറച്ച് മണ്ണ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ചെടി അങ്ങനെ തന്നെ ഇറക്കി വെക്കുകയാണ്. ചെറിയ ചെടിയാണ്, അത് കാരണം ഞാൻ ഇതിന് സെപ്പറേറ്റ് ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് നമുക്ക് മുകളിലായിട്ട് നമ്മൾ പോട്ടിംഗ് മിക്സ് ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ വെള്ളം കൊടുക്കുന്ന രീതിയാണ്. പ്രത്യേകിച്ച് ഉള്ളിലാകുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം കൊടുക്കുമ്പോൾ നന്നായിട്ട് വാട്ടർ ചെയ്യുക. എന്നിട്ട് അടുത്ത തവണ കൊടുക്കുമ്പം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കുക മണ്ണ് നനവ് ഉണ്ടോയെന്ന്. എന്നിട്ട് മാത്രം നമ്മൾ വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം അതിന് ഒഴിച്ചു കൊടുത്താൽ മതി. അതൊരു മെത്തേഡ്. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം വലിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 3 പ്ലാന്റൊക്കെ ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്ന ഒരു ഇത് കണ്ടില്ലേ, ഒരു വൈറ്റ് ബോൾ പോലത്തെ ഒരു ബൾബ് പോലത്തെ സംഭവം, അതാണ് ഞാൻ പറഞ്ഞ ഒരു റൂട്ട്സ്, ട്യൂബറസ് റൂട്ട്സ് എന്ന് പറയുന്നത്. അതിലാണ് ആ വെള്ളം ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. അത് കണ്ടില്ലേ, കുറച്ച് ഇങ്ങനെ ബൾബായിട്ട് നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ. അങ്ങനെ ഇതൊരു വിധമാണ്. ഈ 3 വിധം നമുക്ക് നേരത്തെ ചെയ്ത അതേ പോട്ടിംഗ് മിക്സറിൽ തന്നെ നമുക്ക് 3 പ്ലാന്റ് ആയിട്ട് മാറ്റാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ പപ്സിനെ ഡിവൈഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഏറ്റവും ബേസിലേക്ക് പോവുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് ആ ഒരു ടിപ്പിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒരുപാട് പ്ലാന്റ്സ് അതിൻ്റെ അകത്തുനിന്ന് ചെറിയ ചെറിയ ബേബീസിന് നമുക്ക് കിട്ടും. അപ്പോൾ അത്യാവശ്യം വലിയൊരു പ്ലാന്റാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അടിയിൽ ഒരുപാട് ലീവ്സ് നമുക്ക് കാണാൻ പറ്റും. ആ ലീവ്സിനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റും. എന്താ വെച്ചാൽ മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പം അടിയിൽ ലീവ്സ് വേണ്ട, ചീഞ്ഞു പോകും പിന്നെ. അപ്പം ഇനിയിപ്പോൾ വേറൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇതിന് നമ്മുടെ പോട്ട് ഏതൊരു പോട്ടും നമുക്ക് ഈ സ്പൈഡർ പ്ലാന്റിന് വെക്കാം. അതിൻ്റെ അടിയിൽ ഹോള് വേണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ നമ്മൾ വെള്ളം കൊടുക്കുമ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ഹോൾ ഇല്ലാത്തത് കാരണം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ളൊരു വാട്ടറിങ് ആണ് കൊടുക്കേണ്ടത്. എന്താ വെച്ചാൽ ആ ഈർപ്പം എപ്പോഴും അതിൻ്റെ അകത്ത് നിലനിൽക്കുമല്ലോ. അപ്പം നെക്സ്റ്റ് ടൈം വാട്ടർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ മാത്രം ചെയ്യുക. എന്താ വെച്ചാൽ ഹോൾ ഉണ്ടെങ്കിലാണല്ലോ, ഹോളിൽ കൂടിയാണല്ലോ വെള്ളം ഇറങ്ങി പോവുക. അപ്പോൾ അതില്ലാത്തത് കാരണം അതിൽ ഓൾറെഡി വെള്ളം ഉണ്ടാകും. അപ്പോൾ ചിലപ്പം 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്താൽ മതി. അതിന് ഒരുപാട് വെള്ളം കോരി ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് കണ്ടില്ല, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു റൂട്ട് സിസ്റ്റമാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള മണ്ണും കൂടി ഫില്ല് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അത് വെക്കാൻ പോണത് നമ്മുടെ ഒരു പർഗോള ഉണ്ട്, അതിൻ്റെ അകത്താണ് വെക്കാൻ പോകുന്നത്. അത്യാവശ്യം നല്ലൊരു ലൈറ്റ് കിട്ടണ ഒരു ഏരിയ ആണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ. പിന്നെ പലവരും നമ്മൾ നഴ്സറിയിൽ പോകുമ്പം പറ്റിക്കപ്പെടുന്നത്, അതായത് സ്പൈഡർ പ്ലാന്റ് ആണെന്ന്. പിന്നെ പലർക്കും ഞാനിപ്പോൾ ഒരു കാട്ടിലാണ് കേട്ടോ ഇരിക്കുന്നത്.